നമ്മൾ ആരാധിച്ചിരുന്ന, നമ്മൾ സ്നേഹിച്ചിരുന്ന, നമ്മുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന ഏ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ മുന്നിൽ രോഗിയായിട്ട് വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മ വരുന്നത് നമ്മുടെ അപ്പൻ സാറാണ്, കെ പി അപ്പൻ സാർ. കെ പി അപ്പൻ സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മാനസിക ഗുരുവായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമായിട്ട് മാതൃഭൂമിയിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ മിക്കവാറും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുക, അങ്ങനെയൊക്കെ സൗഹൃദം അത് വേറെ തരം. പക്ഷെ അതിനുപരിയായിട്ടൊരു വ്യക്തിപരമായ വലിയ ഒരു അടുപ്പം, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ ഒരു ദിവസം നമ്മുടെ മുന്നിൽ രോഗിയായിട്ട് വരികയാണ്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് നാസർ, എൻ്റെ ഒരു ഫ്രണ്ട് നാസറുണ്ട് കൊല്ലത്തെ, നാസറെ വിളിച്ച് ഒരു ഏപ്രിൽ 1-ാം തീയതിയാണ് പറയുന്നത്, സുരേന്ദ്രൻ അവിടെ അപ്പൻ സാറിന് എൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ട് അയക്കുകയാണ്. അല്ല, ക്യാൻസറാണെന്ന് പറഞ്ഞേ. എന്ത് തമാശ പറയാണോ? ഞാൻ വെച്ച് ഏപ്രിൽ 1-ന് വിഡ്ഢിയല്ല, റിപ്പോർട്ട് അയച്ചു. ശരിയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ അഗ്രസീവായിട്ടുള്ളൊരു ട്യൂമറാണ് അദ്ദേഹത്തിന് വന്നേക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ നിശ്ചേഷ്ടനായി എന്നുള്ള വാക്കല്ലാതെ മറ്റൊന്നുമില്ല. അതെനിക്ക് തിരിച്ച് നാസറിനോട് സംസാരിക്കാൻ പറ്റിയില്ല, അത്രമാത്രം. കാരണം ഷോക്കിംഗ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ പെട്ടെന്നറിയാം നമ്മുടെ ആ രോഗത്തിൻ്റെ ഡയഗ്നോസിസിൻ്റെ സ്റ്റേജൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ കുറേ കാലം കൊണ്ട് കാണുന്നില്ലേ, എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം വന്നു, നമ്മൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് സമാധാനം കൊടുത്തു. അദ്ദേഹം നമ്മളെ സമാധാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിരുന്നുണ്ട് ഈ കറുത്ത ഫലിതം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം നമ്മളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ഡൈവേർട്ട് ചെയ്യുക. അദ്ദേഹത്തിന് അറിയാം, വളരെ ബുദ്ധിമാനായ, വലിയ കാഴ്ചപ്പാടുള്ള, ഉൾക്കാഴ്ചയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിനൊക്കെ അറിയാം. പക്ഷെ അതൊന്നും അദ്ദേഹം പുറമേ പ്രകടിപ്പിക്കാതെ വലിയ കാര്യങ്ങളാണ് പറയുന്നത്, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റാഫിസിക്സ് വരെ പറയുന്നു അദ്ദേഹം. ഇതെല്ലാം ഡൈവേർട്ട്, നമുക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തെ അദ്ദേഹം വേറെ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്നത്. പക്ഷേ അതൊരു വല്ലാത്ത, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ, കുറേ കാലത്തേക്ക് എനിക്ക് വലിയ ഒരു വല്ലാത്തൊരു മൂഡിലായിരുന്നു ആ ഒരു മനുഷ്യൻ്റെ മരണം. കാരണം അദ്ദേഹത്തുമായിട്ട് നമ്മൾ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തുമായി സംസാരിക്കുന്നു, അത് 1-2 മണിക്കൂർ കൂടുതൽ സംസാരിക്കും. പക്ഷേ മറ്റേ അങ്ങനെയല്ല. രാവിലെ രക്തം പരിശോധിക്കാൻ കൊടുത്തിട്ട് കീമോതെറാപ്പി എടുക്കുന്നതിന് ഏകദേശം ഒരു 6-7 മണിക്കൂറുകൾ എൻ്റെ അടുത്തുണ്ടാവും മിക്ക ദിവസങ്ങളിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോടും പറയാത്ത പല കാര്യങ്ങളും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും. ആൾക്കാർ വരും പോകും, ഞാൻ അവിടെ ജോലി ചെയ്യുന്നിരിക്കും, അദ്ദേഹം അവിടെ ഇരിക്കും, ഇതെല്ലാം ഒബ്സർവ് ചെയ്യും. അദ്ദേഹം അധികം ഒരു കാര്യങ്ങളുണ്ടാക്കും. അത് വെച്ചിട്ട് ജീവിതത്തെ അദ്ദേഹം വേറെ തരം കോണിൽ വീക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു കുറേ ചികിത്സയുടെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം വളരെ കൂടാൻ. പക്ഷേ അത്ര പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് എനിക്കും വിചാരമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് കൃഷ്ണകുമാരൻ തമ്പി എന്ന് പറയുന്നത്. കൃഷ്ണകുമാരൻ തമ്പി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു പബ്ലിക് റിലേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു, കമൻറ്റേറ്ററായിരുന്നു, പ്രക്ഷേപകനായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇതുപോലെയായിരുന്നു. എപ്പോഴും നമ്മൾ സംസാരിക്കുകയും വളരെ എൻ്റെ ഒരു സഹോദര തുല്യനായിട്ട് ഞാൻ കണ്ടിരുന്നത്. പെട്ടെന്ന് അദ്ദേഹം രോഗിയായിട്ട് വരുന്നു. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു. വളരെ ചെറുപ്പത്തിലാണ്, അപ്പോൾ സാറിനേക്കാളിലൊക്കെ ഒരുപാട് ചെറിയ പ്രായത്തിലാണ്, സർവീസ് ഇരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് വന്ന് കൃഷ്ണകുമാരൻ മരിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്. അതുപോലെ കെ രാധാകൃഷ്ണൻ, നമ്മുടെ മാതൃഭൂമിയിലുണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ, ശമനതാളം, നകുഷപുരാണമൊക്കെ എഴുതിയ അദ്ദേഹം ഇതുപോലെയായിരുന്നു. വലിയ അടുപ്പം വന്ന് ഈ പറഞ്ഞ ബാലങ്കൻ നായർ ഇതുപോലെയായിരുന്നു. നേരത്തെ ബാലങ്കൻ നായരുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അറിയാമല്ലോ. കുറേ കാലം അദ്ദേഹം ലൈംലൈറ്റ് നിന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും പിന്നീടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലെന്നില്ല. അതെല്ലാം അദ്ദേഹം പറയും. അനുഭവങ്ങളായവർക്കും ഈ പ്രതീക്ഷ ജീവിച്ചു പോകാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു രോഗമൊന്ന് മാറും, വീണ്ടും വരും. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹത്തിന്. പക്ഷേ അതെല്ലാം നമുക്കറിയാം ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ എൻഡെന്നൊക്കെ നമുക്ക് പക്ഷേ പറയാൻ പറ്റും. നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇതിൻ്റെ അവസാനം എന്തായിരിക്കും നമുക്കറിയാം, എന്തായിരിക്കും ഇത് ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നത് എന്താ പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. വലിയ പ്രതീക്ഷയോടെ സംസാരിക്കും, നമുക്കത് മറച്ചു വെച്ചേ പറയാം. അവരുടെ സന്തോഷത്തിന് ഒരു അല്പം പോലും മങ്ങലേൽപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ധർമ്മസങ്കടങ്ങൾ നമുക്കുണ്ടാവും ഒത്തിരി. അതുപോലെ ചുമ്മാർ സാറ് അറിയാമല്ലോ, മനോരമയുടെ എല്ലാം വരെ ചുമ്മാർ സാറ്. അദ്ദേഹം വലിയ ആത്മബന്ധമായിരുന്നു നമ്മളുമായിട്ട്, ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതുപോലെ തന്നെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ ചടയം ഗോവിന്ദൻ, സുശീല ഗോപാലൻ, ഒത്തിരി പേരുണ്ട്. കൃഷ്ണൻ കണിയാമ്പറമ്പിൽ, പറഞ്ഞു വരുമ്പോൾ ഒരുപാട് മഹാരഥന്മാർ മുന്നിൽ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവിതം നമ്മൾ അടുത്ത് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാൻസർ വരുമ്പോൾ അവരുടെ എല്ലാം ഉള്ളിലെ നന്മ പ്രകാശിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് പലരും മാറുന്നതിന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ജീവിതത്തെ പുറംകാല് കൊണ്ട് തട്ടിയെറിയാൻ കഴിവുള്ള കരുത്തുള്ളവർ പോലും
ദുർബലരായി നിൽക്കുന്ന നിസ്സഹായതയുടെ നിമിഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം തന്നെ മാറുന്നു, കാഴ്ചപ്പാട് മാറുന്നു. അതൊക്കെ ഈ ക്യാൻസറിൻ്റെ ഒരുതരം കെമിസ്ട്രിയാണ്. നേരത്തെ പറഞ്ഞ പോലെ മരണം അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പെർസെപ്ഷൻ അല്ല നമുക്ക് ജീവിതത്തെക്കുറിച്ച് വരിക. നമുക്കിപ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരല്ല. സൈക്കിളുണ്ടെങ്കിൽ പോലും നമുക്കതൊരു അനുഭവവേദ്യമായൊരു കാര്യമല്ല. പക്ഷേ അനുഭവവേദ്യമാകുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. അതാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് നന്മയുള്ള മനുഷ്യർ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റാതെ, കാരണം ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ തന്നെ പൊതുസമൂഹത്തിന് നമ്മുടെ ക്യാൻസർ പേഷ്യൻ്റാണെന്ന് അറിയുന്നവരാണ്. പക്ഷേ നിങ്ങൾ അറിയാത്ത പലരുമുണ്ട്. അതായത് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പുറം ലോകം അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല. അത് നിങ്ങളാരും അറിഞ്ഞിട്ടില്ല, വേറെ തരത്തിൽ മരിച്ചു എന്നൊക്കെ വിചാരിച്ചിരുന്ന പലരും ഉണ്ടാവാം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ വന്ന് ചികിത്സ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അത് പൊതുജനങ്ങൾ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന്. നമ്മളതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ബാലകൃഷ്ണൻ അറിയാം, മങ്ങാട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കഥാകൃത്തായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹം നമ്മുടെ പേഷ്യൻ്റായിരുന്നു. ഞാനുമായിട്ട് വളരെ സൗഹൃദമുണ്ട്. അദ്ദേഹം മദ്രാസ് ബ്യൂറോയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മാരകമായ ഒരു രോഗം തന്നെയായിരുന്നു. പക്ഷേ അത് ക്യൂർ ചെയ്തു. അപ്പോഴെല്ലാം ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും മനോരമയിൽ ഒന്നൊരു സ്റ്റാഫ് കാണുമെല്ലാം, കാരണം എന്നെയാണ് കോൺടാക്ട് ചെയ്യുക, എല്ലാം ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ഡോക്ടർമാരോടൊക്കെ ബന്ധപ്പെടുത്തി കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്ത. പക്ഷേ അവസാനം അദ്ദേഹം ഒരു 3-4 വർഷം വന്നില്ല. രോഗമൊക്കെ മാറിപ്പോയി. അപ്പോൾ രോഗം മാറിയത് കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നീടാണ് അറിയുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലും അറിയിച്ചിരുന്നില്ലായിരുന്നു ആദ്യം കാര്യം. അറിഞ്ഞില്ല. കാരണം പിന്നീട് ഈ രോഗം ഇടവേളകളിൽ വന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ആ ഇടവേളയിൽ വന്നില്ല. വരാതെ മൂർച്ഛിച്ച് ഒരു അറ്റം പറ്റിയപ്പോഴാണ് വീണ്ടും വരുന്നതും എല്ലാവരും അറിഞ്ഞത്. അപ്പോഴാണ് പലരും അറിയുന്നത്, ബന്ധുക്കളൊക്കെ അറിയുന്നതും വീട്ടിൽ തന്നെ അറിയുന്ന അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ചില ദോഷങ്ങളും ഉണ്ടാവാം. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം തന്നെ ഈ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവയർനെസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ട് വരുന്ന രോഗത്തെക്കുറിച്ച്, രോഗം എന്തോ പാപമാണെന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സൈഡ് ലൈൻ ചെയ്യുമെന്നോ ഒക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച്, ഞാൻ മരിച്ചു പോകുമല്ലോ അതുകൊണ്ട് അത് അറിയണ്ട എന്ന് വിചാരിച്ച് ഒക്കെ തന്നെ ഒളിച്ചു വെക്കുന്ന കുറേ പേരുണ്ടാകും. അത് അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.